കെഎസ്ആർടിസി ഡിപ്പോകളുടെ നവീകരണത്തിന് അനുവദിച്ച പണവും വെട്ടിക്കുറച്ച ധനവകുപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കേണ്ട പണമാണ് വെട്ടിക്കുറച്ചത്. 19,65,00,000 രൂപ അനുവദിക്കേണ്ട സ്ഥാനത്ത് 4,90,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജനംബ്രക്കി. കെഎസ്ആർടിസിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ഡിപ്പോകളുടെ നവീകരണത്തിനുമാണ് സർക്കാർ ബജറ്റിൽ പണം നീക്കിവച്ചിരുന്നത്. ഇതിനായി 30 കോടി ചെലവഴിക്കാൻ കെഎസ്ആർടിസിക്ക് അനുമതി നൽകിയിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിലെയും 2023-24 സാമ്പത്തിക വർഷത്തിലെയും തുകകൾ ചേർത്ത് 19,65,00,000 രൂപയും സർക്കാർ അനുവദിച്ച് ഉത്തരവിറക്കി. എന്നാൽ സാമ്പത്തിക വർഷാവസാനം സാമ്പത്തിക പ്രതിസന്ധി തന്നെ സർക്കാരിന് മുന്നിൽ വില്ലനായതോടെ 1 രൂപ പോലും കെഎസ്ആർടിസിക്ക് നൽകിയില്ല. തുടർന്ന് കെഎസ്ആർടിസി എം ഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയപ്പോഴാണ് 4,96,00,000 രൂപ അനുവദിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 15 കോടി രൂപയ്ക്കടുത്ത് എന്ന് നൽകുമെന്ന ഉത്തരവിൽ പരാമർശമില്ല. ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് പോലും കൃത്യമായി നൽകാതെ ധനവകുപ്പ് പണം വെട്ടിക്കുറയ്ക്കുന്നതായി വിവിധ വകുപ്പുകൾ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. ഇതേ അവസ്ഥയാണ് കെഎസ്ആർടിസിയിലും നിലനിൽക്കുന്നത്. കെഎസ്ആർടിസി പെൻഷൻ നൽകിയ വകയിലും കോടികൾ നിലവിൽ സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.